TCSൽ കേരള സ്റ്റോറിയോ. ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് TCS നാസിക് കേന്ദ്രത്തിലെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ളത്. കഥകളായി കേട്ടിരുന്നത് വാർത്തകളിൽ നിറയുന്നു എന്നാണ് പലരും ഈ കോർപ്പറേറ്റ് ജിഹാദ് എന്ന് കൊട്ടിഘോഷിക്കുന്ന നാസിക് ലൈംഗിക അതിക്രമത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ കേസ്? കഴിഞ്ഞ മാർച്ച് 25-ന് നാസിക്കിലെ ദേവലാലി സ്റ്റേഷനിൽ ഒരു യുവതി നൽകിയ പരാതിയാണ് ഈ കേസിന്റെ തുടക്കം. മുംബൈ നഗാഗിരിയിലെ BP ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്ന യുവതിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി എത്തിയത്. 2022 മുതൽ 2026 വരെ തന്നെ 3 സഹപ്രവർത്തകർ നിരന്തരമായി അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുവെന്നും ലൈംഗിക അതിക്രമങ്ങൾ അവർക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെന്നും വിവാഹ വാഗ്ദാനം നൽകി ഈ സ്ത്രീയെ പീഡിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തു എന്നാണ് അവർ പരാതി നൽകിയിരുന്നത്. ഭയം മൂലമാണ് താൻ ഇത്തരം ഒരു കാര്യം മുൻപ് വെളിപ്പെടുത്താതിരുന്നതെന്നും അവർ വെളിപ്പെടുത്തുകയുണ്ടായി. പോലീസിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ആദ്യ ആഴ്ചയിൽ തന്നെ കൂടുതൽ പരാതികൾ ഈ സ്ഥലത്ത് നിന്ന് ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട്. കാരണം പോലീസ് വേഷം മാറി ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രവർത്തിക്കുകയും അത്തരത്തിൽ പരാതികൾ നേരിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 9 FIRകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അതിൽ 8 പരാതികൾ വനിതാ ജീവനക്കാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമത്തെ തുടർന്നിട്ടുള്ള പരാതികളായിരുന്നു. ഒന്ന് ഒരു പുരുഷന്റെ പരാതിയുമാണ്. FIRലെ വിവരങ്ങൾ അനുസരിച്ച് പീഡനത്തിന് കൃത്യമായ ഒരു പാറ്റേൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ, ഭീഷണിപ്പെടുത്തുക, മോശമായ രീതിയിലുള്ള സ്പർശനം, അതേപോലെ പിന്തുടരുക, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മാനസിക പീഡനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. പീഡനത്തോടൊപ്പം തന്നെ മതപരമായിട്ടുള്ള നിർബന്ധ ബുദ്ധിയും ഇവരുടെ ഹയർ ഒഫീഷ്യൽസായി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കാണിച്ചിരുന്നതായി ജീവനക്കാർ ആരോപിച്ചു. നമാസ് നിർവഹിക്കാനും സ്വന്തം വിശ്വാസത്തിന് വിരുദ്ധമായി ഭക്ഷണം കഴിക്കുവാനും ഇവിടുത്തെ കീഴ് ജീവനക്കാർ സമ്മർദ്ദത്തിലാകപ്പെട്ടിട്ടുണ്ട്. നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങൾ നടന്നതായും അവർ പറയുന്നു. പരാതി ഊർജിതമായതോടുകൂടി ആസിഫ് അൻസാരി, ഷാഫി ഷെയ്ഖ് ഖുറേഷി, റസാ മെമോൻ, തൗഫിൽ അത്താർ, ഡാനിക് ഷെയ്ഖ്, അതേപോലെ തന്നെ അവിടുത്തെ HR മാനേജർ ആയിട്ടുണ്ടായിരുന്ന നിദാഖാൻ എന്നിവരെ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. ഈ നിദാഖാൻ ആണ് ഇത്തരത്തിലുള്ള പരാതികൾ ബാക്കിയുള്ള ആളുകൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ അതിനെ ഒഴിവാക്കിയിരുന്നതെന്നും അല്ലെങ്കിൽ അത് മറ്റു പലയിടങ്ങളിലേക്കും എത്താതെ കൺട്രോൾ ചെയ്തിരുന്നതെന്നുമാണ് പരാതിയിൽ പറയപ്പെടുന്നത്. ഇത്തരം ഒരു കാര്യം വെളിവാക്കുന്നത് ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്ന നിയമങ്ങളുടെ അപര്യാപ്തതയാണ്, അല്ലെങ്കിൽ ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിസ്സംഗതയാണ്. പലപ്പോഴും സിസ്റ്റത്തിന് അകത്ത് ഇന്റേണൽ കമ്മിറ്റികൾ നോക്കുകുത്തികളാകുന്ന കാഴ്ചയാണ് ഇത്തരം ലൈംഗിക അതിക്രമ കേസുകളെല്ലാം നമ്മൾ കാണുന്നത്. മാത്രമല്ല, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഒഫൻസ് എന്ന നിയമത്തിന്റെ എല്ലാ വശങ്ങളും ഇത്തരമുള്ള ഇടങ്ങളിൽ നോക്കുകുത്തികളാകുന്നു. നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല, ഉപഭോക്താക്കൾക്ക് അത് കൃത്യമായി ലഭിക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായും ഒരു നിയമം അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നുള്ളൂ. തൊഴിലിടങ്ങളിൽ നിലനിൽക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ചൂഷണം വർഷങ്ങളായി പുരുഷ മേധാവിത്വത്തിൽ കഴിഞ്ഞ തൊഴിൽ തേടി അന്യയിടങ്ങളിലേക്കും മറ്റും പോകുന്ന ജീവിക്കുന്ന സ്ത്രീകളുടെ സ്വൈര ജീവിതത്തെ കൂടുതൽ കഠിനമാക്കുകയും അവരുടെ വഴി അടയ്ക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. മതപരമായ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നതും നിർബന്ധിത മതപരിവർത്തനവും നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരുമാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇന്റേണൽ കമ്മിറ്റികൾ കൃത്യമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. സുഗമമായ ഒരു തൊഴിൽ സംസ്കാരത്തിന് അത് അത്യന്താപേക്ഷിതവുമാണ്.